ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം ഒരിക്കൽ കൂടെ നിങ്ങളോട് അറിയിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മെ അവിടെയുടെയായി അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരു വിഷയം അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതായ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് വിശുദ്ധ മറിയ എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് സുപരിചിതവും വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതായ വ്യക്തികളിൽ ചിലപ്പോൾ അഗ്രഗണ്യയുമാണ് വിശുദ്ധ മറിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെ ദൂതനാണ് മറിയയെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ദൂതൻ അവളോട്, മറിയെ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ അഭിസംബോധന കേട്ട് അവൾ വളരെയധികം ഭയപരവശയായി തീർന്നു എന്നും അതിന് ശേഷം ഒരു വാഗ്ദത്തം അവൾക്ക് നൽകിക്കൊടുക്കുന്നത് നാം കാണുകയും ചെയ്യുന്നു. അവളോട് പറഞ്ഞത്, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്ന് പറയുവാനിടയായി തീർന്നപ്പോൾ മറിയ ആശ്ചര്യപ്പെട്ടതിന് കാരണം അവർ തന്നെ പറയുന്നു, ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ എനിക്ക് ഒരു സന്തതി എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചപ്പോൾ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും, നീ ഒരു മകനെ പ്രസവിക്കും എന്ന് ഇത്യാദി കാര്യങ്ങൾ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് കേട്ടവർക്കും മറിയയ്ക്കും ആശ്ചര്യകരമായി തോന്നിയതായ ഒരു സംഭവമായിരുന്നു അത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യരൂപത്തിൽ ഇവിടെ അയച്ചു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ യേശു മനുഷ്യരൂപത്തിൽ വന്ന ഒരു ദൈവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ അതിൽ നിന്ന് കഴിയുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കണമെങ്കിൽ അവൻ മനുഷ്യനായി തന്നെ ജനിക്കണം. ആനക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റുവാൻ ആനയല്ലാതെ കണ്ടവനുണ്ടാകുമോ എന്നുള്ള ആപ്തവാക്യപ്രകാരവും അന്നേക്ക് 4500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പറയപ്പെട്ടിരുന്നതായ ഒരു വാഗ്ദത്ത സന്തതിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു വാഗ്ദത്ത സന്തതിയാണ്. അത് അടിവരയിട്ട് പറയുന്നത് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി
നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പോൾ വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അത് മറിയയോട് ദൂതനാണ് അറിയിക്കുന്നത്. ആ വചനം ജഡമായിത്തീർന്നു. ആ ദൈവത്തിൻ്റെ വാക്കുകൾ ജഡമായിത്തീർന്നു. നീ ഒരു മകനെ പ്രസവിക്കും. അത് ഒരു സംഭവമായി രൂപാന്തരപ്പെട്ടു. അതിനൊരു കാരണം, ഏദേൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ചതായ സാത്താനോട് കർത്താവ് പറഞ്ഞു, സ്ത്രീ ഒരു സന്തതിയെ പ്രസവിക്കും, അവൻ നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് ഒരു വാഗ്ദത്തം പറയുവാനിടയായിത്തീർന്നതാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു ജനിക്കുവാനായിട്ട് കാരണം. യേശു സ്വയംഭൂവായതായ ഒന്നല്ല, അത് വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്തം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. മറിയ അത് ആശ്ചര്യപ്പെട്ടു, എനിക്ക് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നിനക്ക് കൃപ ലഭിച്ചു, അതുകൊണ്ട് നിനക്കങ്ങനെ സംഭവിക്കും. കൃപ ലഭിച്ച പലരെക്കുറിച്ചും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. നമ്മളെല്ലാവരും കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച കൃപ തന്നെയാണ്. പിന്നെ നാം മനസ്സിലാക്കുമ്പോൾ നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് നോഹയും കുടുംബവും 3 മക്കളും ഭാര്യമാരും നോഹയും നോഹയുടെ ഭാര്യയും ഇങ്ങനെ 8 പേര് ജലപ്രളയം വന്നപ്പോൾ രക്ഷപ്പെട്ടത് കൃപ കൊണ്ടാണ്. കൃപ ലഭിക്കാനും കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ കാലത്ത് അനുസരിക്കാൻ നോഹയ്ക്കും കുടുംബത്തിനുമേ മനസ്സുണ്ടായുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനിടയായിത്തീർന്നു. ഇന്നും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നു. അത് കൊണ്ട് മറിയയ്ക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ അവൾ ഒരു ലോകത്തെ രക്ഷിക്കുവാനുള്ളതായ ഒരു മകനെ പ്രസവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം ആളുകൾ മറിയയെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നതായിട്ട് നാം കാണാൻ കഴിയുന്നു. അത് തെറ്റായ കാര്യമാണ് അതൊരു സത്യമാണ്. മറിയയ്ക്ക് ഏകജാതനയല്ല പ്രസവിച്ചത്, ആദ്യജാതനായ ശിശുവിനെ പ്രസവിച്ചു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മറിയയ്ക്ക് പിന്നെയും മക്കളുണ്ടായിരുന്നു, ആൺമക്കളും ഉണ്ടായിരുന്നു, പെൺമക്കളും ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിക്കുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും. ഒരിക്കൽ യേശുവിനോടുകൂടെ യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് അപ്പോൾ ശിഷ്യന്മാർ പരിചയപ്പെടുത്തുന്നതിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നു. ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. യേശു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയായിരുന്നു.
യേശു പറഞ്ഞത് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം പ്രമാണിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാർ. എന്തൊരു അത്ഭുതകരമായ വാക്കുകളാണ് യേശു പറഞ്ഞത് എന്ന് ജനം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു ജനിക്കുമ്പോൾ തന്നെ ആ ജനന വാർത്ത അറിയിക്കുന്നത് ദൂതന്മാരാണ്. എന്നാൽ ഒരു അമാനുഷികമായ ശക്തി ഒന്നും മറിയയ്ക്കുണ്ടായിരുന്നില്ല എന്ന് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പലവിധമായ സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ പറയുവാനായിട്ടിടയായിത്തീർന്നു. അതിൽ ഒന്നാമത് ഒരു പ്രാവശ്യം കാനായിൽ കല്യാണ വീട് ഉണ്ടായിരുന്നു. ആ കല്യാണ വീടിൽ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. അവിടെ വീഞ്ഞ് കുറവായി. അത് മറ്റൊരു സംഭവമാണ്. ഞാൻ പറയുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് കുറഞ്ഞപ്പോൾ മറിയ ചെന്ന് യേശുവിനോട് മറിയയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ വെള്ളത്തെ അവർ തന്നെ വീഞ്ഞാക്കി കൊടുക്കുമായിരുന്നു. അവർക്ക് മനസ്സുണ്ടായിരുന്നു, അവർക്ക് അറിയാമായിരുന്നു അവിടെ വീഞ്ഞ് കുറവാണ്, അവരെ ഒന്ന് സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയാമായിരുന്നു. എന്നാൽ യേശുവിനോട് ചെന്നവർ പറഞ്ഞപ്പോൾ യേശു അവരെ വിളിച്ചത് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ എന്ന് പറയുന്നത് തെറ്റായതോ മോശമായതോ ഒരു വാക്കെന്ന് ഞാൻ പറയുന്നില്ല. അതും ബഹുമാനത്തോടുകൂടെ തന്നെയാണ് യേശു പറഞ്ഞത്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്, എൻ്റെ നാഴി ഇതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ അത്ഭുതമൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ യേശു അല്പം കഴിഞ്ഞപ്പോൾ അത് ആ കുറവിനെ നിറവാക്കി കൊടുക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. കല്ലുകൊണ്ടുള്ളതായ പാത്രങ്ങളെ കൽപ്പാത്രങ്ങൾ എന്ന് പറയുമായിരുന്നു. പണ്ടുകാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ പാത്രങ്ങളാണ് അത്. ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറഞ്ഞു. ശിഷ്യന്മാരല്ല വെള്ളം നിറച്ചത്, ശുശ്രൂഷക്കാരാണ് വെള്ളം നിറച്ചത്. ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. യേശു പറഞ്ഞു, ഇപ്പോൾ കോരിക്കൊണ്ട് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വീഞ്ഞായി മാറിയിരുന്നു. ആ വീഞ്ഞായ മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് കോരിയ ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. യേശുവിനും ശുശ്രൂഷക്കാർക്കും മാത്രമേ ഈ വെള്ളം എവിടെ നിന്ന് എന്ന് അറിയുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അവരത് കോരിക്കൊണ്ട് കൊടുത്തു. ഇന്ന് ആളുകൾ അതിനെ പറയുന്നത് ആദ്യമായിട്ട് യേശു ബ്രാൻഡി ഉണ്ടാക്കി കൊടുത്തു, ലഹരിയുള്ളതായ എന്തോ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന്. അങ്ങനെ അല്ല. അതിൻ്റെ വീഞ്ഞ എന്ന് പറയുന്നത് മുന്തിരിച്ചാറാണ്. അത് പുളിച്ചു കഴിയുമ്പോൾ ചെറിയ ഒരു ലഹരി ഉണ്ടാകുകയും ചെയ്യും. അത് എത്രമാത്രം കൂടുതൽ കാലം സൂക്ഷിച്ചിരിക്കുമോ അത്രയും ലഹരി വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ യേശു അന്ന് തന്നെ ആ വെള്ളത്തെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അത് കൊണ്ടുകൊടുത്തു. അത് വീര്യമുള്ളതായ വീഞ്ഞായി തീർന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആരും കുടിച്ചതിന് ശേഷം ബഹളമുണ്ടാക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ഇത് ഒരു ബ്രാൻഡിയാണ്, വിസ്കിയാണ് എന്നൊന്നും പറയുകയോ ചെയ്തില്ല. അതൊരു വീഞ്ഞായി, അതായത് മുന്തിരിച്ചാറായി, വീര്യമുള്ള മുന്തിരിച്ചാറായി മാറ്റപ്പെട്ടു. അത്രയേ
അവിടെ സംഭവിച്ചുള്ളൂ, അത്രയും സംഭവിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതും കർത്താവിനറിയാമായിരുന്നു. അന്ന് അവിടുത്തെ വെള്ളം, നമ്മുടെ വെള്ളം കൊടുക്കുന്നത് പോലെ, നമ്മുടെ വീടുകളിൽ വെള്ളം കൊടുക്കുന്നത് പോലെയോ മോരും മറ്റുമൊക്കെ കൊടുക്കുന്നത് പോലെയോ മാത്രമേ അന്ന് അവിടെ ഈ വീഞ്ഞിനെ കണക്കാക്കിയിരുന്നുള്ളൂ. അതിഥികൾ വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കുന്ന പോലെ അവിടെ ഈ വീഞ്ഞു കൊടുക്കുക സർവ്വസാധാരണമാണ്. നാം അറിയുന്നത് പോലെ തന്നെ തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മുന്തിരിച്ചാറ് സാധാരണ ഇഷ്ടം പോലെ കിട്ടുന്നത് കൊണ്ടാണ് തേൻ ഒഴുകുന്നു എന്ന് പറയപ്പെടുന്നത്. ഞാനിവിടെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്, യേശു അവിടെ അമ്മ എന്ന് വിളിച്ചതായിട്ട് കാണുന്നില്ല. യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ അവിടെ യേശുവിൻ്റെ ജനന വാർത്ത അറിയിച്ചത് ദൂതന്മാരായിരുന്നു. യേശു അവരോട്, ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് ദൂതൻ പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ യേശു എന്ന് പറയുന്നത് ക്രിസ്തു ആണ് എന്ന് വളരെ ശക്തമായി തന്നെ ദൈവദൂതന്മാർ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു, ദൈവമായ ക്രിസ്തു, ക്രിസ്തുവായ ദൈവം എന്ന് തന്നെ പറയുന്നു. അതിന് രണ്ടു പക്ഷം ഇല്ല. ദൂതന്മാർ അത് അറിയിച്ചു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളം, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഇതും നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ഒരു പ്രസംഗ വിഷയമാണ്. അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഞാനതിനെ അങ്ങനെ വിടുന്നു. പിന്നത്തേതിൽ ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ചും പറയാം. ഇവിടെ പല ദൈവങ്ങളെന്ന് പറയുന്നവരും തുണി ഉടുക്കാതെ നടക്കുന്നപ്പോൾ യേശു ജനിക്കുമ്പോൾ തന്നെ യേശുവിനെ ശീലകൾ ചുറ്റിയിരുന്നു. അല്ലെങ്കിൽ ശീലകൾ ചുറ്റിയാണ് ആ അമ്മ മറിയ യേശുവിനെ കിടത്തിയത്. അത്രയ്ക്കും പരിപാവനമായ ഒരു സുവിശേഷമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ഇന്ന് നാം കാണുന്നത് പോലെ തുണി ഉടുക്കാതെ നടക്കുന്ന സന്യാസിമാരെ പോലെ നടക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അവരുടെ ദൈവങ്ങൾ തുണിയില്ലാതെ നടക്കുന്നത് കാണുമ്പോഴായിരിക്കാം അവരും തുണിയില്ലാതെ നടക്കുന്നത്. താറുടുത്ത് നടക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യവും അനുഭവിക്കുന്നതുമാണ്. ഇപ്പോൾ തന്നെ കുംഭമേള വന്നപ്പോൾ അത് പ്രകടിപ്പിക്കാനും ഇടയായിത്തീർന്നു. അവിടെ കഞ്ചാവടിച്ച് കിറുങ്ങി നടക്കുന്ന സന്യാസിമാരെന്ന് പറയുന്നവർ ചീലയില്ലാതെ, തുണിയില്ലാതെ, താറുമില്ലാതെ, ഒന്നുമില്ലാതെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വേറും മ്ലേച്ഛമായി നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല ആ ഭാഗത്തെ. ലോകക്കാർ പറയുന്നത് തുണിയില്ലാതെ നടക്കുന്നവരെ കാണണം, തുണിയില്ലാതെ നടക്കുന്ന പുരുഷന്മാരെ കാണണമെങ്കിൽ ഇന്ത്യയിൽ വരണമെന്നുള്ളതായ ഒരു ഖ്യാതിയും ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇപ്പോഴേ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുമല്ലോ. ആ കാഴ്ച കണ്ട് അവരെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങി. പണ്ടേ ഉള്ളത് തന്നെ. അതുപോലെ തന്നെ ഇന്നും യൂട്യൂബിലും മറ്റുമൊക്കെ കാണിക്കുന്നത് പോലെ പശുവിൻ്റെയും കാളയുടെയും മൂത്രം കുടിക്കുന്ന ധാരാളം പേര്. ഇവിടെ
മാർത്താണ്ഡത്തിനപ്പുറത്ത് ഒരു സ്ഥലമുള്ളത്. അവിടെ ഒരു കാളയുണ്ട്. കാളയ്ക്ക് ഒരു തട്ട് കൊടുത്താൽ അത് ശകലം മൂത്രം ഒഴിച്ചു കൊടുക്കും. രണ്ട് കൈ നീട്ടി ചെന്ന് കുടിച്ച് സായുജ്യം അടയുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അതുപോലെ പശു, അതിനുവേണ്ടി വളർത്തുന്ന പശുക്കളുണ്ട്. അതിൻ്റെയും പൃഷ്ഠത്തുനിന്ന് തട്ടിയാൽ അത് ശകലം മൂത്രം ഒഴിച്ചു കൊടുക്കും. ഇതിനെ രണ്ട് കൈയിൽ നിന്ന് എടുത്ത് കുടിച്ച് സായുജ്യം അടയുന്ന ആളുകൾ നമ്മളാണ് എന്ന് നമുക്കറിയാം. അതിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് മൊറാർജി ദേശായി ചെയ്തതുപോലെ പശുവിൻ്റെ മൂത്രം കുടിക്കുന്നതിനേക്കാൾ സ്വന്തം മൂത്രം കുടിക്കുന്നത് വളരെ ശക്തിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയാനിടയായിത്തീരുന്നു. അതുപോലെ ഗംഗ എപ്പോഴും ഇളകി മറിയുന്നതും ശവശരീരങ്ങൾ ചുട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ എറിയുന്നതുമായ ഒരു നദിയാണ് ഗംഗ. അത് പുണ്യനദിയായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പേര് കണക്കാക്കുന്നു. പോകട്ടെ. ഇതേപോലെ തന്നെ ഈ ഭയങ്കരമായ ഉപദേശ പിശക് സഭയിലും കടന്നു വരുവാനിടയായിത്തീർന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, യൂട്യൂബിൽ ഒരു കാടൻ ഒരു പാസ്റ്ററുമായിട്ട് യോജിപ്പിച്ച് പറഞ്ഞ ഒരു പാസ്റ്ററും നമ്മൾ കാണുന്നു. ഇപ്പോൾ ഉപദേശങ്ങൾ പറയുമ്പോൾ തോന്നിയതുപോലെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അഗോചരമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതുപോലെ തന്നെ മറിയയെ ദൈവത്തിൻ്റെ അമ്മയായിട്ടിപ്പോൾ ചിത്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പുകാർ ഉണ്ട്. യേശു മറിയയെ അമ്മ എന്ന് വിളിച്ചില്ല, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു യേശുവിൻ്റെ അമ്മയാണെന്ന്. യേശു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അടി കൊടുത്തില്ലെങ്കിലും അതെല്ലാം സഹിക്കുവാനായി കഴിയില്ലല്ലോ. ഒരിക്കൽ യേശുവിനെ കണ്ടപ്പോൾ മറിയയോട് പറഞ്ഞത്, യോഹന്നാനാണ് നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് പറഞ്ഞ് ഇതാണ് നിൻ്റെ അമ്മ. മറിയയോട് പറഞ്ഞ് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞു. അതൊരിക്കൽ പറയുവാനിടയായിത്തീരുന്നു. ഇങ്ങനെയൊക്കെയാണ് വചനം വളരെ വ്യക്തമായി പറയുമ്പോൾ അവിടെ പറയുന്നത് യേശുവിൻ്റെ അമ്മ എന്നാണ് പറയുന്നത്. AD 325 മുതലാണ് ഈ ഉപദേശ പിശക് സഭയ്ക്കകത്ത് കയറിയത്. സഭയിലെ പാസ്റ്റർ പോപ്പായി തീർന്നതോടുകൂടെ ഈ സംഭവ പരമ്പരകൾക്ക് വ്യത്യാസവും സംഭവിക്കുവാനിടയായിത്തീർന്നു. AD 431 മുതലാണ് ഈ മറിയയെ ദൈവമെന്ന് ആരാധിക്കണം എന്നൊരു വിളംബരം പോപ്പ് പുറപ്പെടുവിച്ചത്. അതോടുകൂടെ മറിയ ദൈവമെന്ന് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. BC AD 600 മുതലാണ് പോപ്പിൻ്റെ കൽപ്പന പ്രകാരം മറിയയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മറിയയെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, അതിൻ്റെ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്നൊക്കെ പറഞ്ഞിരുന്നത് AD 600 ശേഷമാണ് അത് പറയാൻ തുടങ്ങിയത്. അതുവരെയും ആ പരിപാടി ഇല്ലായിരുന്നു. ഇനി മറിയയോട് പ്രാർത്ഥിച്ചാൽ മറിയ മറുപടി കിട്ടുമെന്ന് ചോദിച്ചാൽ മറുപടി മാത്രമല്ല, നരകമായിരിക്കും കിട്ടുന്നത്. കാരണം ഞാൻ ദൈവത്വമുള്ളവളല്ല, ഞാൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവളല്ല എന്ന് മറിയയെ ഏറ്റുപറയും പല സ്ഥലത്തും. അതായത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ അടുക്കൽ ചെന്ന്
മറിയയും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ ഇരുന്നവരാണ്. അതും മറ്റൊരു പ്രസംഗ വിഷയമാണ്, അടിയന്തര വിഷയമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് വിടാം. 1311 AD മുതലാണ് ശിശുസ്നാനം ആരംഭിച്ചത്. അതുവരെയും ശിശുക്കളെ സ്നാനപ്പെടുത്തുകയില്ല. സ്നാനം ആവശ്യമുള്ളവർക്ക് മാത്രമേ സ്നാനം കൊടുക്കുകയുള്ളൂ. 1311 മുതൽ അതിനു മുമ്പ് സ്നാനം ആവശ്യമുള്ളവർ, മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്തുവാനാണ് ദൈവം കൽപ്പിച്ചത്. അങ്ങനെയുള്ളവരെ സ്നാനം കൽപ്പിച്ചിരുന്നുള്ളൂ. ഇനി 1554 മുതൽ മറിയയെ അമലയാണ്, അമലോൽപത്തിയാണ്. അത് അവർക്ക് ജനനവും മരണമൊന്നും ഇല്ല, സ്വയംഭൂ ആയവരാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. പോപ്പ് പറഞ്ഞു, കൂടെ നിന്ന ആളുകളും പറഞ്ഞു. 1950 മുതലാണ് മറിയ സ്വർഗാരോഹണം ചെയ്തു എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്. ഇതെല്ലാം ചരിത്ര പുസ്തകത്തിലുള്ളതാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. 1950 മുതലാണ് സ്വർഗാരോഗ്യതയാണ് എന്ന് പഠിപ്പിച്ചത്. 1965 അതായത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയാണ് മറിയയെ സഭയുടെ അമ്മയായി പ്രഖ്യാപിച്ചത്. മറിയ സഭയുടെ അമ്മയാണ് എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിനു മുമ്പ് 1965 വരെ സഭയുടെ മാതാവായിട്ട് പറഞ്ഞിരുന്നില്ല. 2011 മുതലാണ് വീണ്ടും മറിയ വരുമെന്ന് പ്രഖ്യാപിച്ചത്. അതും ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ അടുത്ത കാലത്താണ് അങ്ങനെ ചെയ്യുവാനിടയായിട്ടുള്ളത്. അപ്പോൾ മറിയ യേശുവിനെ പ്രസവിച്ചു എന്നുള്ളത് ശരിയുമാണ്. അത് ആ നിലയിൽ അവരെ അമ്മ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. എന്നാൽ ദൈവിക സ്വഭാവത്തിൽ നോക്കുമ്പോൾ, ദൈവിക രീതിയിൽ നോക്കുമ്പോൾ മദ്ദലകാരത്തി മറിയയുടെ അത്രയും വെയിറ്റ് പോലും യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് ഇല്ല. പിന്നെ യോസേപ്പിന് അപ്പനെന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോസേപ്പ് അപ്പനല്ല എന്നുള്ളത് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ അപ്പൻ യേശുവിൻ്റെ അപ്പനാണ് യോസേപ്പ്, യേശുവിൻ്റെ അമ്മയാണ് മറിയ എന്ന് പറഞ്ഞാൽ ദൈവം സഹിക്കുകയില്ല, ദൈവം പോലും സഹിക്കുകയില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യം യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളെ പറയുന്നു. മറിയ ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യേശു മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് പ്രത്യേക അറിവൊന്നും നമുക്ക് ഇല്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ അമ്മ ആരാണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെല്ലാം എൻ്റെ അമ്മയും അപ്പനും ഒക്കെയാണ് എന്നാണ്. യേശു ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനുമാണ്. യേശുവിനെ നമുക്ക് സ്നേഹിത എന്ന് വിളിക്കാം, കൂട്ടുകാര എന്ന് വിളിക്കാം, അപ്പ എന്ന് വിളിക്കാം, സ്നേഹിതൻ എന്ന് വിളിക്കാം, ഭർത്താവെന്ന് വിളിക്കാം.
ദാവീദ് പുത്ര എന്ന് വിളിക്കാം, മനുഷ്യപുത്ര എന്ന് വിളിക്കാം. എന്ത് വിളിച്ചിരുന്നാലും വിളി കേൾക്കാൻ തയ്യാറുള്ളവനാണ്. ഹൃദയംഗമായി യേശുവിനെ അപ്പ എന്ന് വിളിക്കുമ്പോൾ മകനേ എന്ന് പറഞ്ഞ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നു, ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വചനത്തെ വച്ചിട്ട് അത് ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പാടില്ല. അത് ദൈവസന്നിധിയിൽ കുറ്റകരമായ കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുക. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു അറിവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ആമേൻ.